നിന്റെ മേൽ ഞാൻ ഒരുപാട് വിശ്വാസം അർപ്പിക്കുന്നു ത്രയംബക. നീ കാര്യങ്ങൾ നടത്തുമല്ലോ അല്ലേ? സംശയം വേണ്ടമായ അങ്ങനെ ആ ശിവാനിയുടെ ജീവൻ പറന്നു പോകുന്നത് കാണാനുള്ള സൗഭാഗ്യം നിനക്കുണ്ടാവും. അങ്ങനെ സംഭവിച്ചാൽ മതി. ശിവാനി, നീ ആദിശേഷനിൽ നിന്നും അകന്നാൽ മാത്രം മതി. അതിനുശേഷം ഞാൻ അവനെ വശീകരിച്ച് നിന്റെ ഓർമ്മകളെല്ലാം ഇല്ലാതാക്കി അവനെ എന്റേതു മാത്രമാക്കി മാറ്റും. നാഗലോകത്തിന്റെ മഹാറാണിയാകും ഞാൻ. എന്താ ഇത്? എന്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടുന്നുണ്ടല്ലോ. വല്ലാത്തൊരു അസ്വസ്ഥത തോന്നുന്നു എനിക്ക്. എന്തെങ്കിലും അപകട സൂചനയാണോ ഇത്? മഹാദേവ, എന്താ ഇത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ത്രയംബകൻ എന്തോ ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കും? ഇപ്പോഴാണെങ്കിൽ ആദിശേഷനും എന്റെ കൂടെയില്ലല്ലോ. അവൻ എങ്ങോട്ട് പോയതാണെന്ന് പോലും എനിക്കറിയില്ല. ആ തൃശൂൽ എന്നാണോ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്, അന്ന് മുതൽ ത്രിവിക്രം എന്റെ ജീവിതത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണല്ലോ. തൃശൂൽ എന്തിനാണാവോ എന്റെ ജീവിതത്തിൽ കരടായിട്ട് വന്നത്? മഹാദേവ, ഇത്രയും ദിവസം അങ്ങ് എനിക്ക് വേദനയും സങ്കടവും മാത്രമാണ് തന്നിട്ടുള്ളത്. ഒരു നിമിഷം പോലും എന്റെ പ്രണയം നേടാനുള്ള അവസരം പോലും എനിക്ക് തന്നില്ല. ദയവേത് ഇനിയെങ്കിലും എന്റെ പ്രണയം എനിക്ക് തിരിച്ചു പിടിക്കാനുള്ള അവസരം തരണം. ദൈവമേ, ഈ പ്രപഞ്ചത്തിൽ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടായിരിക്കും. എന്നാൽ എന്റെ ജീവിതത്തിൽ മാത്രം അങ്ങനൊന്നും ഇല്ല. ശിവാനി എന്തിനാണ് എന്നെ ഇത്രയ്ക്ക് വെറുത്തുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രണയം അവൾ ഇതുവരെ മനസ്സിലാക്കിയതേ ഇല്ല. അവൾ എന്റെ പ്രണയം സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതം തുടങ്ങി വെച്ചിരുന്നെങ്കിൽ ഇത്രയൊക്കെ കഷ്ടപ്പെടേണ്ട കാര്യമേ ഉണ്ടാവില്ലായിരുന്നു. ശേ, ഓം അസ്ത്രായ ഫട്ട്. ഓം അസ്ത്രായ ഫട്ട്. വാവ്, അമൃത പറഞ്ഞ ഗംഗാജലം ഒഴുകുന്ന സ്ഥലം ഇതാണോ? ഞാൻ ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ആദ്യം ഇവിടുന്ന് ഗംഗാജലം എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകുന്നു. നിനക്ക് ഗംഗാജലം കാണുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ട് 7 ചുവട് വെച്ചാൽ ഒരു ഗംഗാപാത്രം ലഭിക്കും. അതിലാണ് നീ ഗംഗാജലം എടുത്തുകൊണ്ടുവരേണ്ടത്. കൊണ്ടുവരാൻ വൈകിയാൽ ശിവാനിക്ക് അപായം സംഭവിക്കുമെന്നത് ഉറപ്പാണ്. അത് ഓർമ്മയിരിക്കട്ടെ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ. ഇത് ഭൂമിയാണോ മറ്റേതെങ്കിലും ലോകമാണെന്ന് കൺഫ്യൂസ് ആയി പോവാ. ശിവാനിയെ നശിപ്പിക്കുവാൻ പോകുന്ന ശക്തി ഇതാണ്. ഈ ശക്തി ശിവാനിയിൽ ലയിച്ചു കഴിഞ്ഞാൽ അവൾ നമ്മുടെ വശത്തായി തീരും.
അവൾ ആ വീട് വിട്ട് പുറത്തേക്ക് വരുമ്പോഴേക്കും അവളുടെ മരണം സുനിശ്ചിതമാണ്. വരുന്ന വഴിയിൽ അവളെ ആരെങ്കിലും തടഞ്ഞാൽ അതിനൊരു സാധ്യതയുമില്ല. ഈ ശക്തി അവളെ വശീകരിച്ചാണ് ഇവിടേക്ക് കൊണ്ടുവരുവാൻ പോകുന്നത്. അവൾക്ക് ഒരു സ്ഥിരകാല ബോധവും ഉണ്ടാവില്ല. സാക്ഷാൽ ദൈവം തന്നെ വന്നാലും അവളെ രക്ഷിക്കുവാൻ സാധിക്കില്ല. അവള് എന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുക തന്നെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ശക്തി വേഗം പ്രയോഗിക്ക്. പോകൂ, ആ ഇച്ഛാധാരി നാഗിനിയെ കൂട്ടിക്കൊണ്ടുവരൂ. ദൈവമേ, അങ്ങയെ വിശ്വസിച്ച് ഞാൻ ഈ ഗംഗാജലെടുത്തോണ്ട് പോവാ. ശിവാനിക്കൊന്നും സംഭവിക്കാതെ നോക്കേണ്ടത് അങ്ങ് മാത്രം. എത്രയും പെട്ടെന്ന് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകണം. ശക്തിയുടെ സംഹാരം തുടങ്ങിക്കഴിഞ്ഞു. ശിവാനിയുള്ള സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ശിവാനിയുടെ കഥ കഴിഞ്ഞതു തന്നെ. ഭേഷ്, ഭേഷ് ത്രയംബക, നീ നിന്റെ ജോലി ഇത്ര എളുപ്പത്തിൽ തീർക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇത് 100,000 വർഷത്തെ തപസ്സിന്റെ ഫലമാണ്. അസാധ്യമെന്ന വാക്ക് എന്റെ നിഘണ്ടുവിലില്ല. ഇന്ന് ശിവാനിയുടെ കഥ കഴിഞ്ഞാൽ എന്റെ പകുതി ലക്ഷ്യം പൂർത്തീകരിച്ചതുപോലെ ഇനിയുള്ളത് ആദിശേഷന്റെ ജീവൻ. അത് ഞാൻ ഇല്ലാതാക്കിയിരിക്കും. ത്രയംബക, ശക്തി വേഗം പ്രയോഗിക്ക്. ശിവാനിയെ എത്രയും പെട്ടെന്ന് ഇവിടേക്ക് എത്തിക്ക്. ഓം ഹാം ഹീം ഹൂം ഫട്ട് സ്വാഹ. വീട്ടുകാരോടെല്ലാം എന്നെ കുറിച്ചുള്ള സത്യം തുറന്നു പറയാൻ വന്ന ത്രയംബകൻ ഒന്നും പറയാതെ പെട്ടെന്ന് അപ്രത്യക്ഷനായതിലുള്ള അർത്ഥം എന്താ? ഇവിടെ വേറെന്തോ നടക്കുന്നുണ്ട്. അവനെ അത്ര പെട്ടെന്നങ്ങ് തോൽപ്പിക്കാൻ പറ്റില്ല. എനിക്കെതിരായി പുതിയ ഏതോ പദ്ധതി അവൻ ആസൂത്രണം ചെയ്യുന്നുണ്ടാവും. എന്തായിരിക്കും അത്? എന്ത് തന്നെ ആയാലും ഞാൻ എന്റെ സുരക്ഷ മാത്രം നോക്കുന്നത് തന്നെയാ നല്ലത്. ലക്ഷ്മണരേഖ പൂർത്തിയാക്കിയാൽ മാത്രമേ ശിവാനിയെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ചെറിയ ഇടം പോലും വിട്ടുപോയാൽ ദുഷ്ടശക്തികൾ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും. ഈ ഗംഗാജലം വീടിന് ചുറ്റും ഒഴിക്കണം. ഇനി ഒരു ദുഷ്ടശക്തി പോലും ശിവാനിയുടെ അടുത്തേക്ക് വരാൻ പാടില്ല. എന്റെ ശിവാനിക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. പോകൂ, ഒരു കാരണവശാലും ശിവാനി രക്ഷപ്പെടുവാൻ പാടില്ല. അവളെ കൂട്ടിക്കൊണ്ടുവരൂ.
ശിവാനി. രാക്ഷസ ശക്തികൾ ശിവാനിയിൽ ലയിച്ചു കഴിഞ്ഞു. ഇനിയുള്ള പ്രവൃത്തികൾ ഈ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും. ഇച്ഛാധാരി നാഗറാണി ആവാഹയാമി. ഇച്ഛാധാരി നാഗറാണി ആവാഹയാമി. ശിവാനി, ഇനി നിനക്ക് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഇനി നീ എന്റെ വഴിക്ക് വന്നേ പറ്റൂ. ഇച്ഛാധാരി നാഗറാണി ആവാഹയാമി. ഓം നമഃ ശിവായ. ശിവാനി, ഇവളിത് എവിടേക്ക് പോകുന്നു? ഇവൾക്ക് വേണ്ടി ഞാനിതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഇവള് പുറത്തേക്ക് ഇറങ്ങി പോവാണല്ലോ. ശിവാനി, ശിവാനി, ശിവാനി.